നമസ്കാരം. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിലാകമാനം വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വാദദോഷത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ വേദന, നീർക്കെട്ട് എന്നുള്ള പ്രശ്നങ്ങൾ, മുട്ടുവേദന, നടുവേദന, കാല് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല, ശരിയായിട്ട് ഇരുന്നാൽ എണീക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഞരമ്പുകളുടെ ബലഹീനത കാരണം തന്നെ ശരീരത്തിലെ തരിപ്പും മരവിപ്പും ഒക്കെ തന്നെ അധികമായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് വീട്ടിൽ മുറ്റത്തൊക്കെ കാണുന്ന ചില ഔഷധ ഇലകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു വെള്ളത്തിലൊന്ന് കുളിച്ചു നോക്കിയാലോ. ഇതിലൊന്നാമത്തേത് നമ്മൾ പ്രസവശേഷമൊക്കെ തന്നെ സ്ത്രീകൾക്ക് വേദഗുളികയിലൊക്കെ ഉപയോഗിക്കുന്ന ആലരയാൽ, ഇത്തി, പേരാലൊക്കെ അടങ്ങിയിട്ടുള്ള ഈ 4 മരത്തിൻ്റെ പട്ടകൾ ചേർന്നിട്ടുള്ള നാൽപ്പാമര പട്ട. ഇത് എങ്ങനെ വാങ്ങിക്കുമെന്നോർത്ത് നമ്മുടെ അങ്ങാടിക്കടയിലോ ആയുർവേദ കടകളിലോ ഒക്കെ തന്നെ പോയി ചോദിച്ചാൽ നാൽപ്പാമര പട്ട വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ലൂസായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നത് ഏറെ നല്ലതാണ്. ഒരു 5 ലിറ്റർ വെള്ളത്തിന് 1 പിടി നാൽപ്പാമരപ്പട്ട എന്നുള്ള രീതിയിലിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റും. നന്നായി വെട്ടിത്തിളച്ച് ഒരു 20, 25, 30 മിനിറ്റൊക്കെ തന്നെ നിങ്ങൾക്ക് നന്നായി തിളപ്പിക്കാം. ഇതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് തണുത്ത് ഒരു നേരിയ ചൂടിൽ രാവിലെ ചൂടാക്കിയിട്ട് അതുകൊണ്ട് കുളിക്കാൻ ഉപയോഗിക്കാം. ഇത് കുഞ്ഞുങ്ങൾക്കും വളരെ സൗമ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഔഷധം തന്നെയാണ്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ നീർക്കെട്ടിനെയൊക്കെ മാറ്റാനാണ് സഹായിക്കുന്നത്. സന്ധികളിൽ ഉണ്ടാകുന്ന വേദന എന്ന് മാത്രമല്ല, ചർമ്മത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ മാറ്റിയിട്ട് ചർമ്മത്തിന് നല്ലൊരു തിളക്കം അല്ലെങ്കിൽ ആ ഒരു യൗവനം നിലനിർത്താനും ആ ഒരു കാന്തി കൂട്ടാനും കൂടെ ഇത് സഹായിക്കുന്നുണ്ട്. പേശി വേദനയൊക്കെ മാറ്റാനും ഞരമ്പുകളുടെ ബലം കൂട്ടാനും വാതപിത്ത കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും സഹായിക്കുന്നുണ്ട്. ശരീരതാപം കൂടുതലുള്ള അവസ്ഥകളുണ്ടല്ലോ, പിത്തദോഷം കൂടുതലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് മെൻസസ് ആവുന്നതിന് തൊട്ട് മുൻപ് ശരീരത്തിൽ ചൂട് കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഗർഭപാത്രം നീക്കിയിട്ടുള്ള ആളുകൾ, ഇത്തരം ആളുകൾക്കൊക്കെ ചൂട് കൂടുതലായിരിക്കും. അതുപോലെ ആർത്തവം, വിരാമം അടുക്കുന്ന സ്ത്രീകൾ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണിത്. ആ സമയത്ത് നമ്മുടെ പിത്തദോഷം കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരം ശരീരത്തിലെ ചൂടിനെ കുറയ്ക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ദേഹത്ത് ഒഴിച്ചു കുളിക്കാൻ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു ഔഷധമാണെന്ന് വേണം പറയാൻ. രണ്ടാമത്തേത് ഏതാണെന്ന് അറിയണ്ടേ? മുട്ടുവേദന, നടുവേദന, കൈക്കാൽ തരിപ്പ്, മരവിപ്പൊക്കെ മാറ്റാനും നല്ലൊരു വാദശമനത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ് പഴുത്ത പ്ലാവില, ഞെട്ടോട് കൂടിയിട്ടുള്ള പ്ലാവില. ഇങ്ങനെ തന്നെ ഉപയോഗിക്കണം. അപ്പം കുളിക്കാനാണ് ഈ പ്ലാവിലയിട്ട്, ഒരു പിടി പ്ലാവിലയിട്ട് ഇതുപോലെ വെള്ളം തിളപ്പിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ശരീരത്തിലെ നീർക്കെട്ട്, വേദന, ഇതുപോലുള്ള സന്ധികളിലും പേശികളുടെയും ഒക്കെ തന്നെ വേദനയും നീർക്കെട്ടും ഒക്കെ മാറ്റും എന്നതിന് പുറമെ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗമൊക്കെ കാരണം നമ്മുടെ ഇത്തരം ഞരമ്പുകൾ നശിക്കുന്നത്, അങ്ങനെയുള്ള ആ ഒരു ക്ഷയം സംഭവിക്കുന്നത് തടയാൻ പറ്റും.